ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നല്ല സ്മൂത്താണ്, എന്നാലും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പോളം പച്ചരി രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം പോകാനായിട്ട് ഞാനിങ്ങനെ ഒരു അരിപ്പ പോലൊരു തട്ടിൽ ഞാനിങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കേട്ടോ. വെള്ളം നന്നായി വാർന്നു പോയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റോളം വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ തന്നെ ശർക്കര ഇങ്ങനെ അലുത്തലുത്ത് വരും കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതങ്ങ് ഉരുക്കിയെടുക്കാം. അപ്പോൾ ദേ ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്ക് അതൊരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ ഇങ്ങനെ കട്ട വിട്ട് പോയാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശർക്കര ഉരുകി വന്നതിന് ശേഷം അരിപ്പയിലേക്ക് അരിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അരി ഒരു ജാറിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഞാൻ ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഏലയ്ക്ക ഇതൊക്കെ അതിലേക്ക് അങ്ങ് ഇടുക. പിന്നെ വേണ്ടത് ചെറുപഴമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച തന്നെയുള്ള പഴമാണ് കേട്ടോ. വീട്ടിലുള്ള പഴം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പാളയംകുടം പഴമാണ് ഉണ്ണിയപ്പത്തിന് ഇടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പഴം നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാനൊരു 8 പഴമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 പഴത്തോളം ഞാൻ എടുത്തു. ആ പഴമൊക്കെ അതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിനേക്ക് അരിച്ചൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഇതേക്ക് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പഴവും ശർക്കരയും ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാൻ നല്ലപോലെ ഒന്നും അരച്ചിട്ടില്ല. ചിലർ പേസ്റ്റാക്കി അരയ്ക്കും. എന്നാലും ഞാനിങ്ങനെ ഒരു ചെറിയൊരു തരി പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഉണ്ണിയപ്പം തിന്നുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് ഇങ്ങനെ വേണ്ടേ, അത് കാരണമാണ് ഞാനിങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് അരച്ച് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ച് അതും അതിലേക്ക് അങ്ങ് ഒഴിച്ചു കേട്ടോ. ആ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് മാറ്റിയിടുക. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഒരല്പം, അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പിഞ്ച് ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അത്രയും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ഒരു അല്പനേരം നമ്മളിങ്ങനെ വെച്ചാൽ മതി. അതിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 2 അവർ 2 അവർ വെച്ചാൽ മതി. ഞാൻ അത്രയും നേരം വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ മോൻ സ്കൂൾ വിട്ട് വന്ന് അവന് ട്യൂഷന് പോകാനൊക്കെ സമയമായിരുന്നു. അപ്പോൾ ഞാൻ അധികം നേരം അങ്ങ് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു 1 മണിക്കൂറോളം വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തട്ടൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു. പിന്നെ ചിലരൊക്കെ നെയ്യിൽ തന്നെയാണ് ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാൻ നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 ഇതോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാത്തിലും ഇത്രയും വെളിച്ചെണ്ണ വീതം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അല്പം ഇനി ഓരോ സ്പൂണ് നെയ്യ് കൂടി അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ എല്ലാ കുഴിയിലും കുറേശ്ശെ 1 സ്പൂൺ വീതം നെയ്യ്, ഒരു സ്മോൾ ടീസ്പൂണാണ് എടുത്തത്. കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല നെയ്യുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനുശേഷം ഒരു തുള്ളി ഞാനൊന്ന് എണ്ണ മൂത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തുള്ളി ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതാണ് ആ കിടന്ന് തിളയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറേശ്ശെ ആയിട്ട് കോരി ഒഴിച്ചു. അപ്പോൾ ഞാൻ നിറച്ചാണ് ആദ്യം ഒഴിച്ചത്. പിന്നെ ഓർത്തു ആദ്യം നമ്മളെല്ലാം ചെയ്തല്ലേ പഠിക്കുന്നത്, ആദ്യം ഓർത്തു ഇങ്ങനെ ഫുൾ ഒഴിക്കണമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഒഴിച്ച് നോക്കി. പിന്നെ ഓർത്തു ഇത് ഇച്ചിരി കൂടി ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അപ്പം നമ്മൾ അതിനുള്ള സ്പേസ് കൂടി ഇടണമെന്ന് തോന്നി. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ ഓരോ ട്രെയിൽ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്.
നന്നായിട്ട് മൂത്തൊക്കെ വരണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വശം ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. കേട്ടോ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല നെയ്യുടെയൊക്കെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ടു. നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ കുത്തിയിടാനായിട്ട് ഇങ്ങനെ പപ്പടം കുത്തുന്ന ഒരു കമ്പി പോലൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിട്ടത്. ഇങ്ങനെ മറിച്ചിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ ദേ ഒരു ചട്ടി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ, നല്ല പഞ്ഞി പോലെ ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ലാസ്റ്റാണ്, ഇത് ലാസ്റ്റത്തെ അതാണ് കോരി ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ലാസ്റ്റ് മാവ് അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി. പിന്നെ അതേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേത് ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല യമ്മി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് കൂടി കമൻറ്റിൽ അറിയിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.